everyone, welcome to Mehar'skitchen. ഇന്ന് നമുക്ക് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പറാഠ ഉണ്ടാക്കാം. ആലൂ പറാഠ. ആലൂ പറാഠ എന്ന് പറഞ്ഞാൽ പൊട്ടാറ്റോ നിറച്ചിട്ടുള്ള ഒരു പറാഠയാണ്. വളരെ സിമ്പിളാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്, ക്രിസ്പിയാണ്, റിച്ചാണ്. അപ്പം മമ്മിനോട് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചാലോ? അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാണെന്ന് നോക്കാം. ആദ്യം ഒരു 5 മീഡിയം സൈസ് പൊട്ടാറ്റോ എടുത്തിട്ട് വേവിച്ചെടുക്കണം. എന്നിട്ട് ഇത് തണുപ്പിച്ചെടുത്തതിന് ശേഷം വേണം യൂസ് ചെയ്യാൻ. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. ചൂടോടുക്കനെ ഇത് എടുക്കാൻ പാടില്ല, തണുപ്പിച്ചിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ആവശ്യമുള്ളത് ചപ്പാത്തി പൊടിയാണ്. നമ്മൾ നോർമലി എങ്ങനെ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണത് അങ്ങനെ ഇത് കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് കുഴച്ചെടുക്കണം. ഇതൊരു 1.5 കപ്പിൻ്റെ അടുത്തുണ്ടാവും. ആവശ്യത്തിന് മല്ലിയില, പിന്നെ ഒരു അര നാരങ്ങ, 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഒരു ഫോർക്കോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ഇതൊക്കെ ഉടച്ചെടുക്കണം. ഇത് ഗ്രേറ്ററിലൊന്നും ചെയ്യാൻ പാടില്ല, കൈ കൊണ്ട് തന്നെ വേണം, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് തന്നെ വേണം ഉടച്ചെടുക്കാൻ. ഉരുളക്കിഴങ്ങ് നമുക്കൊരു മീഡിയം വേവിൽ വേവിച്ചെടുക്കണം. അധികം ഇത് വേവാൻ പാടില്ല, അലിയാനൊന്നും പാടില്ല. ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് എല്ലാ ചേരുവകളും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ചേരുവകളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്യാം, പുളി ചെക്ക് ചെയ്യാം. എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ചപ്പാത്തി പൊടി ഉരുളാക്കിയെടുക്കാം. ഈ പൊട്ടാറ്റോൻ്റെ മിക്സ്ചർ ഉരുളാക്കിയെടുക്കാം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചപ്പാത്തിൻ്റെ ഉരുളകളേക്കാളും കുറച്ച് വലുപ്പത്തിലാണ് പൊട്ടാറ്റോ ഉരുട്ടിയെടുക്കേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് സ്റ്റഫ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ചപ്പാത്തി ഒന്ന് ചെറുതായിട്ട് പരത്തിയെടുക്കാം. ഇതിൽ കാണിക്കണ അത്ര പരത്തിയെടുക്കാം. ഇത്രയും പരത്തി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പൊട്ടാറ്റോ മിക്സ്ചർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ മെല്ലെ മെല്ലെ ക്ലോസ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാതും ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ പറാഠ ഉണ്ടാക്കാനായിട്ട് എല്ലാ ചപ്പാത്തിയും സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് പരത്തുന്നത് നോക്കാം. ചപ്പാത്തി ഉണ്ടാക്കണ പോലെ തന്നെയാണ് ഇത് പരത്തിയിരിക്കേണ്ടത്. പക്ഷെ കുറേ അമർത്തിയിട്ടൊന്നും പരത്താൻ പാടില്ല, അപ്പോൾ ഇത് പൊട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നന്നായിട്ട് നൈസായിട്ടാണ് പരത്തിയിരിക്കേണ്ടത്. മസാലയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് കാണണം, കണ്ടോ? എന്നാൽ അത് പൊട്ടാനും പാടില്ല. ഇങ്ങനെ ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ഇത് അധികം കട്ടിയില്ലാതെയാണ് പരത്തിയിരിക്കേണ്ടത്. നൈസായിട്ട് പരത്തിയെടുക്കണം, കട്ടി ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ എല്ലാ പറാഠാസും പരത്തി കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ചുട്ടെടുക്കേണ്ടതെന്ന് നോക്കാം. ഒരു ചട്ടി ചൂടാക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു പറാഠ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് പൊള്ളച്ച് വരാൻ തുടങ്ങിയാൽ ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ എണ്ണ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. എന്നിട്ട് വീണ്ടും പൊള്ളക്കാൻ തുടങ്ങിയാൽ ഒന്നും കൂടി മറിച്ചിടാം. എന്നിട്ട് മറ്റേ സൈഡിലും നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് റിച്ച് ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇതിലേക്ക് നെയ്യൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ നന്നായിട്ട് പൊള്ളച്ച് വരും. ഇത് ക്രിസ്പി ആക്കി എടുക്കണം, നല്ല ക്രിസ്പി ആക്കി എടുക്കണം. അങ്ങനെ 4-5 വട്ടം തിരിച്ച് മറിച്ചിടണം. എന്നിട്ട് ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയിടാം.
ഒരു മീഡിയം ഫ്ലെയിമിലാണ് പൊറാട്ടാസ് എല്ലാം ചുട്ടെടുക്കേണ്ടത്. ഇങ്ങനെ ഓരോന്നായിട്ട് എല്ലാ പൊറാട്ടാസും ചുട്ടെടുക്കാം. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളല്ലേ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഇത് ബ്രേക്ക്ഫാസ്റ്റിനാണ് കഴിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഉണ്ടാക്കാം. അപ്പോൾ ട്രൈ ചെയ്യാം. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അങ്ങനെ നമ്മൾ അടിപൊളി ആലു പൊറാട്ട റെഡിയാണ്. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ടൊക്കെ നമുക്ക് കഴിക്കാം. ഇത് ടൊമാറ്റോ സോസ്, തൈര്, അച്ചാർ, അതുപോലെ തന്നെ തൂമിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കാം. പിന്നെ റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചെയ്തേക്കണേ. പിന്നെ പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.